ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമൂസ് ക്രിയേഷൻ ചാനലിലോട്ട് സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോണത് ഒരു ക്രോഷിയോ ബോർഡർ ഡിസൈൻ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് രണ്ട് ക്രോഷിയോ ബോർഡർ ഡിസൈൻ ഞാൻ കാണിച്ചു. ഒരെണ്ണം സിമ്പിൾ ആയിട്ടുള്ളത്, ഒരെണ്ണം കുറച്ചും കൂടെ ലേസ് എഫക്റ്റ് ഉള്ള ഒരു ക്രോഷിയോ ഡിസൈനും ആയിരുന്നു. അപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, കയറി നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ബോർഡർ ഡിസൈൻ ആണ്. വളരെ സിമ്പിൾ ആണ്. അതുപോലെ തന്നെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കണ്ടെത്തുന്നുണ്ടെങ്കിൽ നമ്മൾ മുടിയൊക്കെ പിന്നി വെക്കുന്ന ഒരു പിന്നലിൻ്റെ എഫക്റ്റ് ഉള്ള ഒരു ബോർഡർ ഡിസൈൻ ആണ്. ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്ന് ഉള്ളിലോട്ട് നൂല് പോകുന്ന മാതിരിയുള്ള ഒരു സ്റ്റിച്ചാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണേന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്നും പറയണോടെ ഇന്നും പറയുകയാണ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക. ഇപ്പോൾ ഇവിടെ തയ്ക്കാനായിട്ടൊരു കോട്ടൺ തുണിയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ കൂടെ ചുമ്മാ ഞാനൊന്ന് മടക്കി അടിച്ചിട്ടുണ്ട്. അത് മെഷീനിലാണെങ്കിൽ നിങ്ങൾക്ക് അടിക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ പേൾ കോട്ടൺ ത്രെഡിൻ്റെ ഈ ഒരു അറ്റം ഇതുപോലെ നോട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നോട്ടിടുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. വെറുതെ നമ്മൾ ഒന്ന് ലൂപ്പ് ഉണ്ടാക്കിയിട്ടത് ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ അറ്റം കൊണ്ടുപോയാൽ മതി. എന്നിട്ട് ആ ത്രെഡ് പിടിച്ച് ഇങ്ങനെ വലിച്ചാൽ മതി, നോട്ടായിക്കോളും. ഇപ്പം ഈ നോട്ടിൻ്റെ ഈ ചെയിൻ്റെ വലിപ്പം വലുതാണ്, വലിയ ഹോളായിട്ടല്ലേ വന്നിരിക്കുന്നത്. അതിൻ്റെ ഇത് ലെങ്ത് സൈസ് കുറയ്ക്കാനായിട്ട് ഏതെങ്കിലും ഒരു അറ്റത്തിൽ പിടിച്ച് ഇതുപോലെ വലിച്ചാൽ മതി, സൈസ് സ്മോൾ ആയിക്കോളും. അപ്പം ഇതുപോലെ നമുക്ക് നോട്ടിടാം. ഇങ്ങനെ ചെയിൻ ഉണ്ടാക്കിയ ശേഷം ഇതിപ്പം ടവലിൻ്റെ അല്ലെങ്കിൽ തുണിയുടെ എവിടെയാണ് തയ്ക്കുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ തുണിയുടെ നല്ല ഭാഗമാണ് ഇത്, നമ്മളെ ഫേസ് ചെയ്തിരിക്കുന്നത് നല്ല ഭാഗമാണ്. അപ്പം അതിൻ്റെ ബാക്കിൽ ഈ ചെയിൻ കൊണ്ടുവന്ന് വെക്കുക. തുണിയുടെ ബാക്ക് സൈഡിൽ ചെയിൻ കൊണ്ടുവന്ന് വെക്കുക. നീഡിലെടുക്കുക. എവിടെ നിന്നാണ് എത്ര ഹൈറ്റിലാണ് നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് നമ്മൾ കുത്തുക. ഇതുവരെ നീഡിൽ കുത്തി ഇറക്കി എന്നിട്ട് ഈ ചെയിനിൽ ഉടക്കുക. എന്നിട്ട് ഈ ചെയിനോടെ നമ്മൾ പുറത്തോട്ട് വരികയാണ്. നമ്മൾ പുറത്തോട്ട് വന്നു. ഇനി നമ്മൾ ഇനി ചെയിൻ ഇടാൻ പോവുക. ഇപ്പം നമ്മൾക്ക് ഇപ്പം ഉള്ള ചെയിൻ പുറത്തോട്ട് വന്നല്ലോ. ഇനി ബാക്കിയുള്ള ത്രെഡിൽ ഒരു ചെയിൻ ഇടാൻ പോവുകയാണ് നമ്മൾ. അപ്പം ഇനി നമ്മൾ നീഡിലിങ്ങനെ എടുത്തിട്ട് ഒരു ചെയിൻ ഇവിടെ ഇടുവാണ്. അത് കറക്റ്റ് പൊസിഷനിലോട്ട് വെക്കുക. അതിപ്പം സൈഡിലായതുകൊണ്ട് അപ്പുറത്തോട്ട് ചാഞ്ഞു പോയി. നേരെ ആക്കി വെച്ച് അത് അവിടെ ഇരുന്നോളും. അപ്പം ഈ നീണ്ടിരിക്കുന്ന ത്രെഡ് നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് അതിങ്ങനെ സൈഡിൽ ഇങ്ങനെ പിടിച്ചാൽ മതി. അതിൻ്റെ മേലിൽ കൂടെ തയ്ച്ച് പോയച്ചാൽ മതി. അപ്പം ഇങ്ങനെ നമ്മൾ ഒരു ചെയിൻ ഇട്ടു. ഇനി രണ്ട് ചെയിനോടെ നമുക്കിതുവരെ ഇടണം. അപ്പോൾ ഇത് 1 2 രണ്ട് ചെയിനും കൂടെ ഇട്ടു. അപ്പോൾ ടോട്ടലി 3 ചെയിൻസായി. ഇനി നമ്മൾ ഈ 3 ചെയിൻസ് എന്തോരം ഡിസ്റ്റൻസ് തുണിയിൽ പോകുമെന്ന് നോക്കുക. അവിടെ നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യോ ചെയ്യാൻ പോകും. അപ്പോൾ ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ്, അപ്പോൾ ഇവിടെ നമ്മൾ നീഡിൽ വീണ്ടും തുണിയുടെ ഉള്ളിൽ കൂടെ കയറ്റുകയാണ്. എന്നിട്ട് ത്രെഡും എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. അപ്പം നമ്മുടെ നീഡിൽ ഇപ്പോൾ 2 ത്രെഡ്സാണ് ഉള്ളത്, 2 ടേൺസാണ് ഉള്ളത്. ആ രണ്ടും പ്ലസ് ഒരു വട്ടം കൂടെ ഒന്ന് ചുറ്റിയിട്ട് മുഴുവനോടെ നീഡിൽ പാസ് ചെയ്യുക. എല്ലാ ഇതിൽ കൂടെയും നീഡിൽ പാസ് ചെയ്ത് ഒറ്റ ത്രെഡായി മാറ്റുക. അപ്പോൾ 3 ടേൺസ് ഉണ്ടായിരുന്ന ത്രെഡിൽ കൂടെ നമ്മൾ ഇറക്കി വന്നപ്പോൾ 1 ത്രെഡായി മാറി, 1 ടേൺ ആയിട്ട് മാറി. അതിനാണ് സിംഗിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. ഇനി നമ്മൾ 3 ചെയിൻ ഇടുകയാണ്. 1 2 3. ഈ 3 ചെയിൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിനി ഡബിൾ ക്രോഷ്യോ ചെയ്യണേ. അപ്പോൾ ഡബിൾ ക്രോഷ്യോ ചെയ്യാൻ നേരത്ത് ആദ്യം തന്നെ ഒരു ടേൺ എടുക്കുക. ത്രെഡ് ഒരു വട്ടം നീഡിൽ ടേൺ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ 3 ചെയിൻ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തല്ലോ, ആ ചെയിൻ്റെയും ക്ലോത്തിൻ്റെയും ഇടയിൽ കൂടെയാണ് ഇങ്ങനെ ഈ ഒരു ഗ്യാപ്പിൽ കൂടെയാണ് എടുക്കേണ്ടത്. ഈ ഗ്യാപ്പിൽ കൂടെ എടുത്തു വീണ്ടും ത്രെഡ് എടുത്തുകൊണ്ട് തന്നെ നീഡിൽ പുറത്തോട്ട് വരുന്നു. അപ്പോൾ ഈ നീഡിലിനകത്ത് ഇപ്പം 3 ടേൺസ് ഉണ്ട്. ത്രെഡിൻ്റെ 3 ടേൺസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കുമല്ലോ. 3 ടേൺസ് ഉണ്ട് ത്രെഡിൻ്റെ. 1 2 3. ഒരു വട്ടവും കൂടെ നീഡിൽ ചുറ്റുക ത്രെഡ്. ഇപ്പം 4 ടേൺസായി. ഈ 4 ടേൺസിനെ 2 എണ്ണത്തിനെ മാത്രം 2 ടേൺസിൽ കൂടെ മാത്രം നീഡിൽ പാസ് ചെയ്ത് ഇറക്കണം. 2 എണ്ണത്തിൽ കൂടെ മാത്രം. 2 എണ്ണത്തിൽ കൂടെ മാറ്റി
രണ്ടെണ്ണം ബാക്കിയുണ്ട്. ഇതാണ് ഡബിൾ ക്രോഷ്യ. ഡബിൾ ക്രോഷ്യ ഒന്നോടെയും കൂടെ ചെയ്തിട്ട് ഫുള്ളായിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ ഇറക്കി ഒന്നാക്കണം. ഇതുപോലെ ചെയ്ത് ഒന്നാക്കണേനാണ് ഡബിൾ ക്രോഷ്യോ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഫുൾ ഡബിൾ ക്രോഷ്യോ നമുക്ക് ചെയ്യേണ്ട, ഹാഫ് ഡബിൾ ക്രോഷ്യാണ് നമ്മൾ ചെയ്യണുള്ളൂ. എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ രണ്ടെണ്ണം ഇറക്കിയത് ചെയ്യണ്ട, ഈ രണ്ടെണ്ണം ആക്കി മാറ്റി വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മളൊന്ന് നീഡിൽ ത്രെഡ് ചുറ്റുകയാണ്. നീഡിൽ ത്രെഡ് ചുറ്റി വീണ്ടും ഈ സെയിം പൊസിഷനിൽ കൂടെ താഴെ പോയി ത്രെഡ് എടുത്തുകൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നു. ഇപ്പം നീഡിൽ വീണ്ടും 4 ത്രെഡ്സ് ഉണ്ട്. വീണ്ടും നമ്മൾ ഒന്നോടെയും ചുറ്റി ഇപ്പം 5 ടേൺസായി. ഈ 5 ടേൺസിനെ വീണ്ടും നമ്മൾ ഈ ഇപ്പം 5 ടേൺസ് ഉണ്ട്. ഇതിൻ്റെ ഈ 2 ഉള്ളിൽ കൂടെയാണ് ത്രെഡ് നീഡിൽ പാസ് ചെയ്യേണ്ടത്. ഇങ്ങനെ പാസ് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം 3 ടേൺസാണ് നീഡിലുള്ളത്. വീണ്ടും ഒന്ന് ചുറ്റി വീണ്ടും ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുന്നു. ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. ഇപ്പം നമ്മുടെ ഇതിൻ്റെ അകത്ത് എത്രയുണ്ട്? 5 ടേൺസ് ഉണ്ട്. 5 ടേൺസ് ആയിട്ടിരിക്കുന്നുണ്ട് ത്രെഡ്. ഒരു വട്ടവും കൂടെ വീണ്ടും നീഡിൽ ചുറ്റുന്നു. ഇപ്പം 5 1 6 ടേൺസ് ഉണ്ട് നീഡിലിൻ്റെ അകത്ത്. അത് വീണ്ടും 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ പാസ് ചെയ്ത് പുറത്തോട്ട് എടുക്കണം. 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രമാണ് പാസ് ചെയ്യാമുള്ളൂ, വേറെ ഒന്നിൻ്റെ ഉള്ളിൽ കൂടെ പാസ് ചെയ്യാൻ പാടില്ല, 2 എണ്ണം മാത്രം. ഇപ്പം 4 ത്രെഡ്സാണ് നമ്മുടെ കയ്യിലുള്ളത്. 4 ടേൺസ് ആണ് ഉള്ളത്. ഒന്നോടെ ഒന്ന് ചുറ്റിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ തന്നെ നമ്മൾ കൊണ്ടുപോകണു. ഇങ്ങനെ എടുക്കുന്നു, ത്രെഡ് എടുത്തുകൊണ്ട് ഇവിടെ വരുന്നു, ഒന്നോടെ ഒന്ന് ചുറ്റുന്നു. 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ മാത്രം ഈ നീഡിൽ പാസ് ചെയ്യുക. 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ മാത്രം പാസ് ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ നീഡിൽ ഇപ്പോൾ എത്ര ടേൺസ് ഉണ്ട്? 5 ടേൺസ് ഉണ്ട്. അപ്പം 5 ടേൺസ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. ഒന്നോടെ ഒന്ന് ചുറ്റുക. ഈ ചുറ്റിയിട്ട് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് ഈ വർക്ക് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഒരു വട്ടം ചെയിൻ ഇടുന്നു. ഒരു വട്ടം ചെയിൻ ഇട്ടു. ഇനി ഇതെന്തോരം ഡിസ്റ്റൻസ് പോകുമെന്ന് നമ്മൾ വെച്ച് നോക്കുക. അപ്പോൾ ത്രെഡ് ഇങ്ങനെ വെച്ച് നോക്കുക. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇവിടം വരെ. അപ്പോൾ നമ്മളിവിടെ കുത്തുന്നു. സിംഗിൾ ക്രോഷ്യ അവിടെ ചെയ്യും. നമ്മൾ കുത്തുന്നു, ത്രെഡ് എടുക്കുന്നു, എന്നിട്ട് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. ഇപ്പം ഒന്നോടെയും ചുറ്റുന്നു, എന്നിട്ട് എല്ലാത്തിൻ്റെ ഇടയിൽ കൂടെ പാസ് ചെയ്യുന്നു നീഡിൽ. ഇനി നമ്മൾ വീണ്ടും 3 ചെയിൻസ് ഇടുന്നു. 1 2 3 ചെയിൻസ് ഇടുന്നു. ഇനി ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യും. നമ്മളിപ്പോൾ എടുത്ത ത്രെഡിൻ്റെ ഇടയിൽ കൂടെ ഈ ചെയിനിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു. ത്രെഡ് എടുക്കുന്നു, മേളിൽ വരുന്നു, വീണ്ടും ഒന്ന് ചുറ്റുന്നു. ഇതിപ്പോൾ 4 ടേൺസ് ഉള്ളത് 2 ടേൺസ് ആക്കി മാറ്റി വീണ്ടും ഒന്ന് ചുറ്റുന്നു. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു, ത്രെഡ് എടുത്തുകൊണ്ട് മേളിൽ വരുന്നു, വീണ്ടും 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ മാത്രം പാസ് ചെയ്ത് നമ്മൾ 3 ടേൺസ് ആയിട്ട് മാറ്റി വീണ്ടും നമ്മൾ ചുറ്റണു. ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു, വീണ്ടും ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ മാത്രം മാറ്റി 4 ടേൺസ് ആയിട്ട് മാറ്റി വീണ്ടും നമ്മൾ ചുറ്റിയിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ പോകുന്നു, എന്നിട്ട് എടുക്കുന്നു, ഒന്നോടെയും ചുറ്റിയിട്ട് അത് 5 ടേൺസ് ആയിട്ട് മാറ്റും. നമ്മൾ 2 എണ്ണത്തിൻ്റെ ഇടയിൽ കൂടെ മാത്രം പാസ് ചെയ്ത് അത് 5 ടേൺ ആയിട്ട് മാറ്റണം. അപ്പോൾ നമ്മുടെ നീഡിൽ 5 ടേൺസ് ഉണ്ട്. 1 2 3 4 5 ടേൺസ് ഉണ്ട്. ഒന്നോടെ ഒന്ന് ചുറ്റി ഈ 5 എണ്ണത്തിൻ്റെ കൂടെ ഇടയിൽ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നു. പിന്നെ നമ്മൾ അടുത്ത എവിടെ ഇതിൻ്റെ എന്തോരം നീളം പോകാൻ പറ്റുമെന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി കുത്തുന്നു. അവിടെ സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നു. വീണ്ടും 1 2 3 എടുക്കുന്നു. വീണ്ടും ഈ സെയിം നടുക്കൊരു പാർട്ടീഷനായിട്ട് അപ്പുറം ഇപ്പുറമായിട്ട് ഇങ്ങനെ വരും. നല്ല ഭംഗിയിൽ തന്നെ വരും. അപ്പോൾ ഇതിപ്പം പേൾ കോട്ടൺ ത്രെഡ് ആയതുകൊണ്ടാണ് ഇത്രയും അതിൻ്റെ ആ തടുപ്പും പാർട്ടീഷനൊക്കെ കുറച്ച് കാണുന്നത്. അതിന് പകരം വൂളൻ ത്രെഡിൻ്റെ തന്നെ കട്ടി കുറച്ചും കൂടെ ക്രോഷ്യയുടെ തന്നെ ത്രെഡ് മേടിച്ചിട്ട്
കുറച്ചും കൂടെ കട്ടിയുള്ള ത്രെഡ്സ് മേടിച്ചിട്ട് തയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കട്ടിയിൽ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പാർട്ടീഷൻസും എല്ലാം. അപ്പോൾ ഇതിപ്പോൾ ഹാങ്കർച്ചീഫിലാണ് തയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ പേൾ കോട്ടൺ ത്രെഡ് ആയിരിക്കും നല്ലത്. നമുക്കിത് ഫുൾ കർച്ചീഫും നമുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ കർച്ചീഫോ അതല്ല ഹാൻഡ് ടവലിൻ്റെ സൈഡിലോ അല്ലെങ്കിൽ കിച്ചൺ ടവലിൻ്റെയൊക്കെ ഇതിലൊക്കെയാണ് തയ്ക്കണമെങ്കിൽ ഒരു കുഞ്ഞു പൂക്കളും നടുക്കൊക്കെ തയ്ച്ച് വെച്ചാൽ കുറച്ചും കൂടെ ഭംഗി കൂട്ടാം നമുക്ക്. ഹാൻഡ് എംബ്രോയ്ഡറി വെച്ചിട്ട് ഏതെങ്കിലും ഫ്ലവേഴ്സൊക്കെ കുറച്ച് തയ്ച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗിയാകും. ഇതുവരെ നമുക്ക് ഈ ഫുൾ കർച്ചീഫും ഇതുവരെ തന്നെ തയ്ച്ചെടുക്കാം. ഇപ്പം നമ്മൾ തയ്ച്ച് ഏറ്റവും അവസാനം എത്തി. അപ്പോൾ നമ്മൾ എങ്ങനെ ജോയിൻ ചെയ്യേണ്ടതെന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഇതുവരെ 4 വട്ടം കയറ്റി ചെയ്ത് തീർത്തു. അവസാനത്തെ ചെയിനും ഇട്ടു, ഒരു ചെയിനും ഇട്ടു. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്ത പോയിൻ്റ് ഇതാണെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ചെയിനിലോട്ട് പോകുന്നു. അതിൻ്റെ ഹോളിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ കയറ്റണു. ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വരികയാണ്. എന്നിട്ട് ഒന്നുകൂടെ ചുറ്റി ഒന്നുകൂടെ ചുറ്റണ്ട, ത്രെഡ് എടുത്തുകൊണ്ട് പുറത്തോട്ട് വന്നിട്ട് അവിടെ സ്ലിറ്റ് ചെയിൻ ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നത് ചെയിൻ ഇടുക. ഇങ്ങനെ എടുത്തിട്ട് പിന്നെ നമുക്ക് ഇത് ത്രെഡ് കട്ട് ചെയ്തിട്ട് ഇതങ്ങ് വലിച്ചെടുക്കാം. അപ്പം കെട്ടായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോയിട്ട് നമ്മൾ വലിച്ചെടുത്തു. ഈ ബാക്ക് സൈഡിലോട്ട് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇപ്പം നമ്മൾ എടുത്തേക്കുന്ന ഈ ഒരു ത്രെഡ് ഒന്നുകൂടെ ഒന്ന് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തയ്ച്ചതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉറപ്പുണ്ടാകും. ഇങ്ങനെ എടുത്തേച്ചാൽ മതി, വെറുതെ വലിച്ചെടുത്തേച്ചാൽ മതി. ഒരേ തുന്നലിൻ്റെ ഇടയിൽ കൂടെ ഇതൊന്ന് വലിച്ചെടുത്തേച്ചാൽ മതി. ഇത് എന്തോരം വലിക്കണം എന്നൊക്കെയുള്ളത് നിങ്ങളുടെ ഇഷ്ടം. അത് തന്നെ ഒരു ഊരിപ്പോരത്തില്ല, നമ്മൾ കെട്ടിട്ട് കഴിഞ്ഞതാണ്. എന്നാലും നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ നമ്മൾ ഇതുവരെ ചെയ്യുന്നു എന്നേ ഉള്ളൂ. ഇതുവരെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇനി ആ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ തയ്ക്കാനായിട്ട് എടുത്ത നൂലിൻ്റെയും ബാക്കിയുണ്ടെങ്കിൽ അതും നമുക്കിതുപോലെ തന്നെ ഇടയിൽ കൂടെ കയറ്റി വിടാം. അതല്ല എന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയാം. ഇത് പിന്നെ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ എടുത്തേക്കുന്ന ത്രെഡിൻ്റെ ഇതാണ്, അത് ഞാനിവിടെ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾ ഈ ഒരു ബോർഡർ ഡിസൈൻ വെച്ചിട്ട് ഞാനിവിടെ ഒരു കർച്ചീഫിൻ്റെ 4 ബോർഡേഴ്സുമാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല രീതിയിൽ ഇത് വന്നിരിക്കുന്നത്. ഉള്ളിലോട്ട് 2 സൈഡിൽ നിന്ന് നൂല് ഉള്ളിലോട്ട് കയറിയിരിക്കുന്ന മാതിരിയാണ് ഇതിൻ്റെ ഒരു പാറ്റേൺ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ താഴത്തോട്ടുള്ള ഈ ഒരു ലെങ്ത്ത് വേണമെങ്കിൽ കൂട്ടണമെങ്കിൽ കൂട്ടാം. കുറച്ചും കൂടെ താഴത്തോട്ട് നൂല് നീണ്ടു നിൽക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ കയറ്റി കുത്തിയാൽ മതി. എന്നിട്ട് ബാക്കിയുള്ള തയ്യലെല്ലാം സെയിം തന്നെ. അപ്പോൾ ആ ലെങ്ത്ത് കുറവാണെങ്കിൽ കുറച്ചായിട്ടും കുത്തിയാൽ മതി. അത് നിങ്ങളുടെ ഓരോ ആൾക്കാരുടെ ഇഷ്ടം പോലെ തയ്ക്കാം എന്നാണ്. അപ്പോൾ ഞാൻ ഇതൊരു ഹാങ്കർച്ചീഫ് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഹാങ്കർച്ചീഫിൻ്റെ 4 ബോർഡേഴ്സിലുമാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ബോർഡേഴ്സിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടാൻ വേണ്ടി ഹാങ്കർച്ചീഫിന് കുറച്ചും കൂടെ ഭംഗി കൂട്ടണം എന്നുണ്ടെങ്കിൽ ഒരു കോർണറിൽ നമുക്ക് ഫ്ലവേഴ്സും ഇതുപോലെ കുഞ്ഞു ഫ്ലവേഴ്സും തയ്ക്കാം. ഞാനിവിടെ ഒരു 3 കുഞ്ഞു ഫ്ലവേഴ്സാണ് തയ്ച്ചിരിക്കുന്നത്. അത് ബ്ലാങ്കറ്റ് സ്റ്റിച്ച് വെച്ചിട്ടാണ് ഫ്ലവേഴ്സ് തയ്ച്ചിരിക്കുന്നത്. നടുക്കൊരു ഫ്രഞ്ച് നോട്ടും ലീവ്സ് ഫിഷ് ബോണും വെച്ചിട്ടാണ് തയ്ച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. കൂടുതൽ സ്റ്റിച്ചസ് അറിയണം പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ ആ സ്റ്റിച്ചിൻ്റെ ഏത് സ്റ്റിച്ചാണ് പഠിക്കേണ്ടത് എന്ന് വെച്ചാൽ ആ സ്റ്റിച്ചിൻ്റെ പേരോടെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞേച്ചാൽ മതി. ഞാൻ അടുത്ത് തന്നെ ഉള്ള എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കുക. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ബൈ.